കാനഡയുള്ളവർക്കറിയാം നവംബർ 4 ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അതായത് എല്ലാവരും ഉറ്റി നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണി ഇനി 2026 തൊട്ട് 28 വരെയുള്ള ഇമിഗ്രേഷൻ പ്ലാൻ ഔദ്യോഗികമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമായിരുന്നു നവംബർ 4 എന്ന് പറയുന്നത്. നേരത്തെ അത് നവംബർ 1 തീയതിയായിരുന്നു പ്രധാനമന്ത്രി അത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്തോ കാരണം കൊണ്ട് അത് നവംബർ 4 മാറ്റുകയാണ് ചെയ്തത്. 2026 ഇമിഗ്രേഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും എന്നാണ് എല്ലാവരും ഉറ്റി നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ട്രംപ് വന്നതിന് ശേഷം ആ ടാരിഫിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ കാനഡയിലുണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറികടക്കുന്നത് ഇമിഗ്രേഷൻ കുറച്ചുകൊണ്ടാണോ എന്നാണ് എല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. മാത്രമല്ല അടുത്ത വർഷം 2026 ഏകദേശം 3,80,000 പേർക്ക് PR കൊടുക്കും എന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകുകയും ചെയ്തു. അങ്ങനത്തെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഫെഡറൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടാണ് മാർക്ക് കാർണി ഈ 2026 ഇമിഗ്രേഷൻ പ്ലാൻ പ്രഖ്യാപിച്ചത്. അതുപ്രകാരം അദ്ദേഹം പറയുന്നത് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു എക്കണോമിക് മൈഗ്രേഷനും അതേപോലെ തന്നെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പററി റെസിഡൻസിനെ കൊണ്ടുവരാനാണ് അദ്ദേഹം 2026 ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ്. നമ്മളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 3,80,000 പേരിൽ നിന്ന് ഏകദേശം 2,40,000 പേര് എക്കണോമിക് മൈഗ്രേഷൻ വഴിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ എക്സ്പ്രസ് എൻട്രിയിലും PNP നോമിനേഷൻ വഴിയും ഏകദേശം 2,40,000 പേരും അതേപോലെ തന്നെ ഫാമിലി റീയൂണിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് 84,000 പേരും അതേപോലെ തന്നെ ഫ്രഞ്ച് കാറ്റഗറിയിൽ ഏകദേശം 30,000 പേരെയാണ് ഈ 2026 ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം കാനഡയിലേക്ക് അവർ വെൽക്കം ചെയ്യാൻ പോകുന്നത്. ഇതുകൂടാതെ തന്നെ റെഫ്യൂജി, ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ കാറ്റഗറിയിലേക്ക് ഏകദേശം 56,000 പേരെയും കാനഡ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നാൽ ടെമ്പററി റെസിഡൻറ്റ് കാറ്റഗറിയിലേക്ക് ഏകദേശം 3,80,000 പേരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും സ്റ്റുഡൻറ്റ് ഇൻടേക്കായിട്ട് ഏകദേശം വെറും 1,50,000 പേരെ മാത്രമേ 2026 കാനഡ വെൽക്കം ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാലും ടെമ്പററി വർക്കർ പ്രോഗ്രാമിലേക്ക് ഏകദേശം 2,30,000 പേരെയും കാനഡയിലേക്ക് ഈ 2026 ആ ടെമ്പററി റെസിഡൻറ്റ് പ്രോഗ്രാം വഴി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്കണോമിക് മൈഗ്രേഷൻ കാറ്റഗറി വഴി അവർ മെയിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ, ടെക്നോളജി, ട്രേഡ് ആൻഡ് ഹെൽത്ത് കെയർ കാറ്റഗറിയിലേക്കാണ്. അതായത് കാനഡയിൽ ഇപ്പോൾ ഒരു എക്കണോമിക്കായിട്ട് അതായത് കാനഡയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാരെയായിരിക്കും കാനഡ ഗവൺമെൻറ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ഈ PR നൽകി ഇവിടെ ഇൻവൈറ്റ് ചെയ്ത്. അതായത് ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ കാനഡയിൽ വർക്ക് പെർമിറ്റ് നിൽക്കുന്ന ആൾക്കാർ അവർ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, ടെക്നോളജി, ട്രേഡ് എന്തെങ്കിലും കാറ്റഗറിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ 2026 PR കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഏകദേശം 30,000 പേരെയാണ് ഈ 2026 തന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫ്രാങ്കോഫോണിക്സ് ആയിട്ടുള്ളവർക്ക് ഇതൊരു നല്ല സുവർണാവസരം തന്നെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 2026 സ്റ്റുഡൻറ്റ് വിസയിലൊന്നും കാനഡയിൽ വരാൻ പറ്റിയൊരു സമയമല്ല. കാരണം ഓൾറെഡി ആ നമ്പറുകളൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഏകദേശം 1,50,000 പേരെ മാത്രമേ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് കാനഡയിലേക്ക് 2026 കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുമാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വിസയുടെ ഒരു ക്യാൻസലേഷൻ റേറ്റ് പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കൂടിയിട്ടുമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇവിടെ കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ഉള്ളവർക്ക് അവർ എക്കണോമിക്കായിട്ടുള്ള മൈഗ്രേഷൻ പ്രോഗ്രാമിൽ ഏകദേശം 2,40,000 പേരോളം ഇൻവൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് അത് കാനഡയുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടെക്നോളജി, ഹെൽത്ത് കെയർ, ട്രേഡ് എന്തെങ്കിലും കാറ്റഗറിയിലാണോ നിങ്ങളുടെ ജോലി എന്ന് ഉറപ്പുവരുത്തുക. ഇതുകൂടാതെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഫ്രഞ്ച് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫ്രാങ്കോഫോണിക്സിൻ്റെ കാറ്റഗറിയിലെങ്കിലും PR എടുക്കാനുള്ള ശ്രമം തുടരുക. ഇതിനെക്കുറിച്ച് കൂടുതലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.